ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജോഗ്രഫിയുടെ ഒരു കറണ്ട് അഫെയർസ് സെക്ഷനാണ് എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് പഠിക്കാവുന്നതിൽ പാർട്ട് 2 നമുക്ക് എന്തുണ്ട്, ഈ ജോഗ്രഫി, അതേപോലെ എക്കണോമിക്സ്, രാഷ്ട്രതന്ത്ര, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ സമൂഹശാസ്ത്രം, ഇത്രയും ടോപ്പിക്കിൽ നിന്ന് 5 മാർക്കുമുണ്ട്. പ്ലസ് എന്തുണ്ട്, 2 മാർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറണ്ട് അഫെയർസും ഉണ്ട്. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് ജോഗ്രഫി പോർഷനാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, അതേപോലെ നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗതം, അതേപോലെ അന്തരീക്ഷ ഘടന. ഇത്രയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിരിക്കുകയാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ പതുക്കെ കുറച്ച് കറണ്ട് അഫെയർസ് നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 2024 മാർച്ചിൽ പൊട്ടിത്തെറിച്ച റെയ്ക്യാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. അപ്പോൾ ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ്? റെയ്ക്യാനസ് അഗ്നിപർവ്വതം എവിടെയാണ്? ഐസ്ലൻഡിലാണ് റെയ്ക്യാനസ് അഗ്നിപർവ്വതം. അത് എന്താണ് അതിൻ്റെ പ്രസക്തി? എന്താ? 2024 മാർച്ചിലാണ് അത് എന്ത് ചെയ്തത്? പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. പൊതുഗതാഗതത്തിനായി പർവ്വത്മാല പരിയോജനയ്ക്ക് കീഴിൽ രാജ്യത്തെ ആദ്യത്തെ റോപ്പ് വേ പദ്ധതി. എന്തിനു വേണ്ടിയിട്ടാണ്? പൊതുഗതാഗതത്തിന് വേണ്ടി. ഏതാണ് സ്ഥലം? അത് നമ്മുടെ വാരണാസിയാണ് പൊതുഗതാഗതത്തിനായി റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്നത്. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം ഏതാണ്? ഇരട്ടപ്പാത തുരങ്കം നമ്മുടെ സെലാത്ത് തുരങ്കമാണ്. സെലാത്ത് തുരങ്കം എവിടെയാണിത്? നമ്മുടെ അരുണാചൽ പ്രദേശിലെ എവിടെയാണ്? ചൈനീസ് ബോർഡറിലാണ്. ഇന്ത്യ ചൈന ബോർഡറിലാണ്. ബോർഡറിലാണ് സെലാത്ത് തുരങ്കം. ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ IQ എയറിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേടുന്ന രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് ബംഗ്ലാദേശാണ്. 1ാം സ്ഥാനം. 2ാം സ്ഥാനം ആർക്കാണ്? നമ്മുടെ പാകിസ്ഥാനാണ്. തീർന്നില്ല. 3ാം സ്ഥാനം ആരാണ്? നമ്മുടെ ഇന്ത്യക്കാണ്. ഇതിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻ കൂടി വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അത് നഗരം എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ബേഗുസരായ് നമ്മുടെ ബീഹാറിലെ ഒരു സ്ഥലമാണ് ബേഗുസരായ്. ഇനി ഇത് തന്നെ ചോദിക്കുവാണ്, 2023 ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേടുന്ന തലസ്ഥാന നഗരം എന്ന് ചോദിച്ചാൽ അതേതാണ്? ഒബ്വിയസ്ലി നമ്മുടെ ഡൽഹിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മലയാളിയാണ്. 2024 പ്രസക്തമായ ക്വസ്റ്റ്യനാണ്. എന്നിങ്ങനെ വരും ആൻസർ? ഡോക്ടർ എസ് ഫെയ്സിയാണ്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതിക്ക് അറിയപ്പെടുന്ന പേരെന്താണെന്ന്? വനകുറ്റകൃത്യങ്ങളാണ്. എന്താണ്? ഹരിയാറാണ് വനം വകുപ്പ് നടത്തുന്ന പദ്ധതി. കേന്ദ്ര സർക്കാരിൻ്റെ ഗംഗാ മോഡൽ ജലാഭിവൃദ്ധി പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നദി ഏതാണെന്ന്? ഏതാണ്? നമ്മുടെ പെരിയാറാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നദി. മറ്റു നദികൾ ഏതൊക്കെയാണ്? നമ്മുടെ മഹാനദി, അതേപോലെ ഗോദാവരി, കൃഷ്ണ, നർമ്മദ, കാവേരി. ഇവയൊക്കെയാണ് മറ്റു നദികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയ സംസ്ഥാനം ഏതാണെന്ന്? ഏതാണ്? തമിഴ്നാടാണ്. പ്രത്യേക സേനയ്ക്ക് സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയത് തമിഴ്നാടാണ്. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണെന്ന്? സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് റാങ്പൂയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റിലയൻസിൻ്റെ കീഴിൽ ഗുജറാത്തിലെ ജാംനഗറിൽ 3000 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മൃഗപരിപാലന കേന്ദ്രമാണ് ഏത്? വനധാര എന്ന് പറയുന്നത് നമ്മുടെ മുകേഷ് അംബാനിയുടെ മകൻ്റെ ഒരു പ്രോപ്പർട്ടിയാണത്. റിലയൻസ്. നല്ല രസം. അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അതായത് എന്താണ്? മൃഗപരിപാലന രംഗത്ത് മൃഗങ്ങളെ പരിപാലിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ഇതായിരുന്നു. എവിടെയാണത്? ഗുജറാത്താണ്. ജാംനഗറാണ് റിലയൻസിൻ്റെ കീഴിലാണ്.
ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്ന്. സോളാറുമുണ്ട് വിൻഡുമുണ്ട്, രണ്ടും കൂടി സംയുക്തമായിട്ടുള്ള വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? അത് നമ്മുടെ ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഖാവ്ഡ എന്ന് പറയുന്ന ഒരു മരുഭൂമിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിലിരുന്നത്. പഞ്ചസാര ഉൽപാദനത്തിൽ മഹാരാഷ്ട്രയെ മറികടന്ന് ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണത്? ഉത്തർപ്രദേശാണ് എന്ത് ചെയ്തത്? മഹാരാഷ്ട്രയെ മറികടന്ന് ഒന്നാമതായിട്ട് വന്നത്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതാണ്? അടൽ സേതു ആണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. ആദ്യ പാചകവാതക ടെർമിനൽ വന്നത് എവിടെയാണ്? പുതുവൈപ്പിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കേരളം തദ്ദേശീയമായി നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്ന വൈൻ ബ്രാൻഡിന്റെ പേരാണെന്ത്? നിള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിക്കേ. സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അത് കുളത്തൂപ്പുഴയാണ്. കുളത്തൂപ്പുഴ എവിടെയാണ്? നമ്മുടെ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ് ആദ്യത്തെ വനം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 2024 ജനുവരിയിൽ 11 ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവാ സങ്കേതം ഏതാണെന്ന്. എവിടെയാണ്? നമ്മുടെ പറമ്പിക്കുളത്താണ് 2024 ജനുവരിയിൽ 11 പുതിയ ജീവിവർഗത്തെ കണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജ്യത്താദ്യമായി ഉരുക്ക് കൊണ്ടുള്ള റോഡ് നിർമ്മിച്ചത് എവിടെയാണ്? ഉരുക്ക് കൊണ്ടുള്ള റോഡ് നിർമ്മിച്ചത് സൂറത്താണ്. നമ്മുടെ ഗുജറാത്തിലെ സൂററ്റിലാണ് ഉരുക്ക് കൊണ്ടുള്ള റോഡ് ആദ്യമായി നിർമ്മിച്ചത്. ഓക്കെ. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഹൈഡ്രജൻ ബസ് പുറത്തിറക്കിയത് എവിടെയാണെന്ന്. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഹൈഡ്രജൻ ബസ് പുറത്തിറക്കിയത് എവിടെയാണ്? പൂനെയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്ത്? ബൈക്ക് എക്സ്പ്രസ്. എന്താണ്? ബൈക്ക് എക്സ്പ്രസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൂർണ്ണമായും എത്തനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഏതാണെന്ന്. അതേതാണ്? നമ്മുടെ ഇന്ത്യയാണ് ആദ്യ രാജ്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടൊയോട്ട കമ്പനിയാണ് ഈ എത്തനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ കാറ് പുറത്തിറക്കിയത്. റോഡ് ശൃംഖലയിൽ ചൈനയെ മറികടന്ന് ലോകത്ത് രണ്ടാമതെത്തിയ രാജ്യം. അപ്പോൾ നേരത്തെ ചൈനയായിരുന്നു രണ്ടാമത്, ഒന്നാമത് ആരാണ്? അമേരിക്കയാണ്. ആ ചൈനയെ മറികടന്ന് ഒന്നാമതായിട്ട് നമ്മുടെ ഇന്ത്യ എത്തി. അപ്പോൾ റോഡ് ശൃംഖലയിൽ ഇപ്പോൾ നിലവിൽ രണ്ടാമത് നിൽക്കുന്ന ഏതാണ്? ഇന്ത്യയാണ്. റോഡ് സുരക്ഷ സംബന്ധിച്ച് സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് AM സപ്രെ എന്ന് പറയും. ജസ്റ്റിസ് AM സപ്രെയാണ് റോഡ് സുരക്ഷ സംബന്ധിച്ച് സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. റോഡ് സേഫ്റ്റി ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ഹ്രസ്വചിത്രം ഏതാണ് ഹ്രസ്വചിത്രം? അത് വിടരും മുൻപേ റോഡ് സേഫ്റ്റിയുടെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ഹ്രസ്വചിത്രമാണേത്? വിടരും മുൻപേ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏതാണെന്ന്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നതാണ്. ഏതാണത്? വന്ദേ മെട്രോ. വന്ദേ ഭാരത് അല്ല, വന്ദേ മെട്രോ. ഓക്കെ. അപ്പോൾ 35 മാർക്കിലാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നിങ്ങൾ മാർക്ക് കുറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ടെൻഷനാകി ഒന്നും വേണ്ട. കാര്യം കഴിഞ്ഞ ഞാൻ കറണ്ട് അഫെയർ ഇട്ടപ്പോഴും എല്ലാവരും പറഞ്ഞതാ കോൺഫിഡൻസ് പോകുന്നു. അതൊന്നും ചിന്തിക്കേണ്ട. കാര്യം കറണ്ട് അഫെയർ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഉള്ള ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് 2 മാർക്ക് വരുന്നത്. ആ 2 മാർക്കിൽ തന്നെ ജോഗ്രഫിയിൽ നിന്ന് എത്രമാത്രം ചോദിക്കാമെന്നുള്ള കാര്യമൊക്കെ ഡൗട്ടാണ്. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. കിട്ടുന്നത് പഠിച്ച് വയ്ക്കുക എന്നല്ലാണ്ട് അയ്യോ ഇതിന് എനിക്ക് എഴുതാൻ എല്ലാം പറ്റിയില്ലല്ലോ, 35 എനിക്ക് കിട്ടിയില്ലല്ലോ. നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു 5 കിട്ടിയാൽ പോലും നല്ല മാർക്കാണെന്ന് ഞാൻ പറയും. കാര്യം ഈ ഒറ്റ ക്വസ്റ്റ്യനും എനിക്കറിയില്ലായിരുന്നു.
എനിക്കെന്നല്ല നമ്മൾ ഒരുമാതിരി പഠിക്കുന്നവർ ഈ ഒരു കറണ്ട് അഫെയർ ടോപ്പിക് റിലേറ്റഡ് കറണ്ട് അഫെയർസ് കണ്ടുപിടിച്ച് പഠിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ അതെന്താണ് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു 35 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു, അതിൽ 35-ൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എക്സാമിന് ചോദിച്ചാൽ നമുക്ക് അത്രയും നല്ലതല്ലേ, അത്രയും ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ കണ്ടാൽ മതി ഇതിനെ, ഈ ഒരു മോക്ക് ടെസ്റ്റിനെ. അതുകൊണ്ട് മാർക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്